ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു മാറ്റ് കിടപ്പുണ്ടായിരുന്നു. അത് ചില നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ അത് ഇടണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയത്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു റെയിൽ സ്വിച്ചുമായിട്ടാണ്. ഇത് MCB ആണ്, സെയിം MCB ആണ്. ഇത് വൈഫൈയിൽ പ്രവർത്തിക്കുന്ന ഒരു MCB ആണ്. ഇത് വൈഫൈയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം, ഇത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം, ഇത് എന്തൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തിൽ ഇത് 1 to 63 ആംസ് വരെ ഇത് കപ്പാസിറ്റി ഉണ്ട് ഇതിന്. ഇത് വൈഫൈ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. മാനുവലിൽ ഇത് ഓണും ഓഫും ചെയ്യാം. നമ്മൾ മൊബൈലിൽ ഒരു വട്ടം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇത് വർക്ക് ചെയ്യും. അതെല്ലാം ഞാൻ കാണിച്ചു തരാം ഇന്ന്. ഇതെന്തൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിമോട്ട് കൺട്രോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ടൈംഡ് കൺട്രോൾ, നമുക്ക് ഏത് ടൈമിലാണ് ഓൺ ആണ്ട് ഓഫ് ആണ്ട് അത് ചെയ്യാൻ പറ്റും. ഷോർട്ട് സർക്യൂട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി മീറ്ററിങ്, എത്ര നമുക്ക് പവർ കൺസപ്ഷൻ ആകുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് മൊബൈൽ വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിന് വേണ്ടി ഇത്രയും ലോഡ് എടുക്കാനുള്ള ഒരു സാധനം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പമ്പാണ് എടുത്തിരിക്കുന്നത്, ഒരു മോട്ടറാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ മോട്ടർ വെച്ചിട്ട് നമുക്കിതിൻ്റെ ലോഡ് ചെക്ക് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് 1/3 SPD ആണിത്. ഓക്കെ, എത്ര നമുക്ക് ലോഡ് എടുക്കുന്നത് ചെക്ക് ചെയ്യാം. വേറെ എൻ്റെ ഈ ലോഡ് എടുക്കുന്ന ഐറ്റംസ് ഒന്നും വേറെ ഇരിപ്പില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് എല്ലാ വീടുകളിലും ഇപ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാം വൈഫൈയുടെ ബ്രേക്കറും കാര്യങ്ങളൊക്കെയാണ്. അതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൺട്രോൾ ചെയ്യാം. നമുക്ക് എത്ര ഒരു റൂമിൽ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വലായിട്ട് ഒരു റൂമിൽ കൊടുക്കുമല്ലോ നമ്മൾ ബ്രേക്കേഴ്സ്, ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൂമിൽ എത്ര കറണ്ട് എടുക്കുന്നുണ്ട്, അങ്ങനെ ഓരോന്നോരോന്നും നമുക്ക് മൊബൈൽ ആപ്പ് വഴി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം എവിടെയെങ്കിലും ട്രിപ്പ് ആവുകയാണെങ്കിൽ ഉടനെ മെസ്സേജ് വരും, ഇന്നടുത്ത് ട്രിപ്പ് ആയിട്ടുണ്ടെന്നുള്ള ഒരു മെസ്സേജ് വരും. അപ്പം എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പം അതിൻ്റെ പ്രവർത്തനം നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, ഇവിടെ എൻ്റെ പവർ ഇൻപുട്ട്, ഇവിടെ എൻ്റെ പവർ ഔട്ട്പുട്ടാണ് വരുന്നത്. ഇന്ന് ഔട്ട് ന്യൂട്രൽ നമുക്ക് കൊടുത്തില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ മാത്രം കൊടുത്താലും മതി. ഫേസ് ആണ് ഇന്ന് പോയിട്ട് ഔട്ട് വരുന്നത്. ബ്രേക്കറിൻ്റെ സെയിം ഇത് ഔട്ട് ഇതിലേക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, ന്യൂട്രലിൽ നമ്മൾ ഇത് പ്രവർത്തിക്കാൻ ഒരു സപ്ലൈ വേണമല്ലോ. ഇതിനകത്ത് ഇലക്ട്രോണിക്സ് ബോർഡുകളൊക്കെ ഉണ്ട്, പ്രവർത്തിക്കാൻ ഒരു ന്യൂട്രൽ വേണം. ഈ ന്യൂട്രൽ നമുക്ക് ഇവിടുന്ന് ഔട്ട് എടുക്കുകയും ചെയ്യാം. അതിൻ്റെ ഡയഗ്രം ഇവിടെ കിടപ്പുണ്ട്. ഇത് ന്യൂട്രലിൽ നിന്ന് ഡയറക്റ്റ് പോകും, അതായത് ടാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് അകത്തുള്ള ഇലക്ട്രോണിക് സാധനത്തിനുള്ള സപ്ലൈ പോകുന്നത്. പിന്നെ ഈ L1 ആണ് നമുക്ക് സ്വിച്ചിങ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, L1. അപ്പം നമുക്ക് ഇത് ഒരു ന്യൂട്രലിവിടെ കൊടുത്തുകൊണ്ട് തന്നെ, സിഗ്നൽ പോലെ ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ DBയിലൊക്കെ വരുന്നത് ബാറായിരിക്കുമല്ലോ, ന്യൂട്രൽ ബാറാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഡയറക്റ്റ് എടുക്കുന്നവരുണ്ടാവും, ഇതിൽ നിന്നും എടുക്കാം, കുഴപ്പമില്ല, ഡയറക്റ്റ് ബാറിൽ നിന്ന് എടുക്കാം. പക്ഷേ ഒരു ന്യൂട്രൽ സപ്ലൈ ഇവിടെ കൊടുത്തിരിക്കണം, അത്രേ ഉള്ളൂ. ന്യൂട്രൽ ഒരു മെയിൻ ഫേസ് ഇവിടെ കൊടുക്കണം, ഔട്ടിലേ വരും, MCBയുടെ ഔട്ട് തന്നെ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ കണക്ഷൻസ് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇന്നും ഔട്ടുമാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഫേസ് കൊടുത്തു, ന്യൂട്രൽ കൊടുക്കാം, ന്യൂട്രൽ സിഗ്നലായിട്ടും കൊടുക്കാം, നിങ്ങൾക്ക് ഔട്ട് കൊടുക്കാം, പ്രശ്നമില്ല. ഇപ്പം ഞാനിവിടെ ഔട്ട് എടുക്കുന്ന രീതിയിലല്ല, ഇപ്പം ഞാൻ വേറെ ന്യൂട്രൽ ഒപ്പിക്കാൻ നടക്കണം. അപ്പോൾ ഈ മോട്ടറിൻ്റെ ഫേസ് ഇവിടെ കൊടുക്കുന്നു. മോട്ടറിൻ്റെ ഫേസ് ഒരു ലൈറ്റ് കൂടെ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ലൈറ്റ് ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കിട്ടത്തില്ല. ഓക്കെ, ഇത് ഞാനൊരു ലൈറ്റ് കൂടെ ഇതിന് കൊടുക്കുവാണേ, എന്ന് വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി. ചിലപ്പോൾ മോട്ടറാകുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് കാണാൻ സാധിക്കത്തില്ല. ലൈറ്റ് ആകുമ്പോൾ അറിയാമല്ലോ ഇത് ഔട്ട്പുട്ട് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാനൊരു ലൈറ്റ് കൂടെ ഇതിന് കൊടുക്കുകയാണ്. ലോഡ് മൊബൈലിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മോട്ടർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ട്പുട്ട് കാണിച്ചാൽ മതി.
പക്ഷെ നമുക്ക് ആ ഒരു ലോഡ് നമുക്ക് കിട്ടണ്ടേ. ലൈറ്റിനാകുമ്പോൾ അത്രയും ഈ ചെറിയ ഇൻഡിക്കേഷൻ ലാമ്പ് ആയതുകൊണ്ട് അതിന് അത്രയും ഒരു പവർ എടുക്കത്തില്ല, ലോഡ് എടുക്കത്തില്ല. അപ്പോൾ അത് പവർ കൊടുക്കുകയാണേ. പവർ കൊടുത്തു. ഇതൊക്കെ സിഗ്നൽ വന്നിട്ടുണ്ട്. നമുക്കിതിൽ നമുക്ക് മാനുവൽ ഓൺ ഓഫ് ആക്കാം. മോട്ടറിന് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അടുപ്പിച്ച് നോക്കാം. കാണാൻ വേണ്ടിയാണ് ഇത്. ഇപ്പോൾ ഇവിടെ സ്വിച്ച് ഓണാണ്, വർക്കിംഗ് ആണ്. ഓക്കെ, മോട്ടർ ഓഫ് ആയിട്ടുണ്ട്. പമ്പ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മാനുവലായിട്ട് നമുക്ക് ബ്രേക്കർ ഓണാക്കുന്ന രീതിയിൽ ഓണാക്കാനുള്ള സിസ്റ്റമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈഫൈ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വെയിറ്റ്. അപ്പോൾ നമുക്കതിന് വേണ്ടത്, നമുക്ക് സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് വേണം. അത് സ്മാർട്ട് ലൈഫ്, ഇതേ ഈ ആപ്ലിക്കേഷനാണ്, സ്മാർട്ട് ലൈഫ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എഗ്രി കൊടുത്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുന്നത് നിങ്ങളുടെ ആദ്യം യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ച് ഇത് ലോഗിൻ ചെയ്യണം. ഓക്കെ, ഞാനത് ലോഗിൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്, മൈ ഹോം. അതിൻ്റെ നമ്മൾ ആഡ് ഡിവൈസ് കൊടുക്കുക. ആഡ് ഡിവൈസ് കൊടുത്തു കഴിയുമ്പോൾ ബ്ലൂടൂത്ത് എല്ലാം ഓക്കെ ആണോ എന്ന് നമ്മൾ എല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെ സെർച്ച് ചെയ്യുന്നു. നമുക്കന്നേരം ഈ ഡിവൈസ് ഇവിടെ വന്നിട്ടുണ്ട്, ആഡ് ചെയ്യണം. വൈഫൈയുടെ പാസ്വേഡ് അടിക്കണം. വൈഫൈയുടെ പാസ്വേഡ് നമ്മൾ അടിച്ചു. സംഭവം കണക്റ്റ് ആയിട്ടുണ്ട്. കണക്റ്റ് ആവുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് ഉണ്ട്, അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിവൈസ് ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മളത് ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഡിവൈസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ സ്വിച്ച് ഓൺ ഓഫ് ആണ്, നമുക്ക് ഓൺ ആക്കേണ്ടത് ഓഫ് ആക്കേണ്ടതും. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ, നമ്മുടെ ഈ സിസ്റ്റം എത്ര ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ നമുക്ക് ടോട്ടൽ ഇലക്ട്രിസിറ്റി നമുക്ക് എത്ര യൂസായി, എത്ര വോൾട്ട് ഇപ്പോൾ ഓൾറെഡി കാണിക്കുന്നുണ്ട്. 237 വോൾട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. കറണ്ട് എത്ര എടുക്കുന്നുണ്ട്, വോൾട്ടേജ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ പവർ എത്ര എടുക്കുന്നുണ്ട്, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. പമ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ഇത് ഓണാക്കുകയാണ്. ഇത് ഓണാക്കാം. കൺഫേം ടു ഓൺ, ഷുവർ ആണോ എന്നുള്ളത്. നമ്മൾ ഓണായിട്ടുണ്ട്. നമ്മുടെ ലൈറ്റ് ഓണായി, പമ്പ് ഓണായി. ഇപ്പോൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എത്ര ടെമ്പറേച്ചർ, പവർ എത്ര എടുക്കുന്നുണ്ട്, കറണ്ട് എത്ര എടുക്കുന്നുണ്ട്, എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കറണ്ട്, വോൾട്ട്, പവർ. ഇതിപ്പോൾ നമ്മൾ റണ്ണായി ഒരു 1 അവർ കിലോ വാട്ട് പെർ അവറാണ്. ഇത് 1 അവർ റണ്ണായി കഴിയുമ്പോഴാണ് നമുക്ക് എത്ര കൺസപ്ഷൻ ആയെന്നുള്ളത് കാണിക്കുന്നത്. ടോട്ടൽ എത്ര ആയെന്നുള്ളത് ഇവിടെ കാണിക്കുന്നത് പിന്നീടായിരിക്കും. പിന്നീട് നമുക്ക് ഇതിനകത്ത് സെറ്റിങ്സ്, നമുക്ക് ഒരുപാട് എത്ര ഇലക്ട്രിസിറ്റി നമുക്ക് യൂസ് ആയെന്ന് കാണാം. ഈ മാസത്തിലെ ഇത് 10-ാം തീയതിയാണ്. ഈ മാസം എത്ര യൂസ് ആയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇത് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും, ഓണാക്കേണ്ട ടൈമിങ്. പിന്നെ നമുക്ക് കൗണ്ട് ഡൗൺ സെറ്റ് ചെയ്യാം. ഓഫ് ആകാനും ഓൺ ആകാനും ഒക്കെയുള്ള കൗണ്ട് ഡൗൺ ആണിത്.
പിന്നെ നമുക്ക് റിലേ സ്റ്റാറ്റസ്, മെമ്മറി ഓഫായി കഴിഞ്ഞിട്ടേ റിലേ സ്റ്റാറ്റസ് നമുക്ക് ഓഫിൽ വെക്കണം, ഓണിൽ വെക്കണം, മെമ്മറി വെക്കണം. മെമ്മറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് കറണ്ട് പോയെന്ന് വെച്ചോ, കറണ്ട് പോയിട്ട് തിരിച്ച് വരുമ്പം ഓണിലാണെങ്കിൽ അത് ഓണാവും, തിരിച്ച് ഓഫിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ സപ്ലൈ പോയിട്ട് വരുമ്പോൾ അത് തിരിച്ച് ഓഫായി തന്നെ കിടക്കും, നമ്മൾ തിരിച്ച് ഓണാക്കേണ്ടി വരും അങ്ങനെ. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മെയിൻ്റനൻസ് ഇതെന്തെങ്കിലും ചെയ്യാൻ പോവുക, നമ്മളത് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത ശേഷം നമുക്കിതാ ഇതിനകത്ത് എല്ലാ ഓപ്ഷനും ഉണ്ട്. ത്രെഡ് ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി ആകുമ്പോൾ ഇനിയിപ്പോൾ ഓവർ ഹീറ്റായി എന്തെങ്കിലും ഓവറായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്, അപ്പോൾ നമുക്കൊരു നമുക്ക് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്ന 40 to 150 ആണ് ഇതിൻ്റെ റേഞ്ച് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 40 കൊടുക്കാം. 40 കൊടുത്താൽ സെറ്റ് ചെയ്യുക. അത് കുറച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ട്രിപ്പ് അലാം വേണോ എന്നുള്ളവരാണ്, വേണം. അതിന് ട്രിപ്പാണ്, അത്ര ഹീറ്റ് ആകുമ്പോൾ ട്രിപ്പാണ്. പിന്നെ ഹൈ പവർ അലാം, അത് എത്ര കിലോ വാട്ടാണ്, അത് നമ്മൾ കൊടുത്തിട്ടില്ല. 1 to 26 കിലോ വാട്ടിൽ മേളിൽ പോയി കഴിഞ്ഞാൽ ട്രിപ്പാണെന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഓവർ കറണ്ട് അലാം നമുക്ക് 1 to 82 നമുക്ക് സെറ്റ് ചെയ്യാം. 1 to 82. ഓക്കെ, അപ്പോൾ നമുക്കൊരു 2 സെറ്റ് ചെയ്യാം കറണ്ട്. ഓക്കെ, നമുക്ക് എന്നിട്ട് ഓണാക്കി നോക്കാം ട്രിപ്പാണെന്ന് അറിയാമല്ലോ. ഓവർ വോൾട്ടേജ് നമുക്ക് 240 ആണെങ്കിൽ കൊടുത്തേക്കുന്നത്, നമുക്ക് എത്ര വോൾട്ടേജ് വേണം സെറ്റ് ചെയ്യാം. അപ്പോൾ ആ ഓവർ വോൾട്ടേജിന് മേളിൽ കയറുമ്പോഴത്തേന് ഹൈ വോൾട്ടേജ് വല്ലതും ആണെങ്കിൽ ട്രിപ്പാവും. പിന്നെ നമുക്ക് അണ്ടർ വോൾട്ടേജ്, ഇതിന് താഴെ ഈ ലോ വോൾട്ടേജിൽ പോവുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പ് അലാം കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കത് ട്രിപ്പാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓവർ കറണ്ടിന് ഞാൻ 2 ആംപിയറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഓൾറെഡി മോട്ടർ 3 ആംപിയർ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഷുവർ. ബിക്കോസ് അത് ഞാൻ ഈ മെയിൻ്റനൻസിൽ ഇട്ടേക്കുവാണ്. മെയിൻ്റനൻസ് മാറ്റണം. മെയിൻ്റനൻസ് മാറ്റിയാലേ അത് ഓണാക്കാൻ പറ്റത്തുള്ളൂ. മാറ്റി. ഷുവർ, ഓണായി. അപ്പം നമുക്ക് നോക്കാം ഈ ട്രിപ്പാകുമെന്ന്. ഓൾറെഡി ട്രിപ്പായി ഓൾറെഡി വന്നിട്ടുണ്ട്. ഓവർ കറണ്ട് ഫാൾട്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ നമ്മൾ ആ ലിമിറ്റിന് മേളിലത് പോകുന്നുണ്ടെങ്കിൽ ട്രിപ്പായി അലാം വന്നിരിക്കുന്നു. ഓവർ കറണ്ട് ഫാൾട്ട്. അപ്പോൾ സംഭവം എല്ലാം കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെറ്റിംഗ് മാറ്റണം. ഇതൊരു ഓവർ കറണ്ടിൻ്റെ നമുക്കൊരു 10 ആക്കി വിടാം. നമുക്ക് 82 വരെ സെറ്റ് ചെയ്യാം. പക്ഷേ കമ്പനി ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് 63 ആണ് മാക്സിമം. ഓക്കെ, ഇപ്പം നമുക്ക് ബാക്ക് പോയി ഓണാക്കാം. സംഭവം കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഡിവൈസാണ്. ഇപ്പം നമ്മൾ ബ്രേക്കർ വെക്കുന്നതിന് പോലെ എല്ലാ വീട്ടിലും ഇതുപോലെ സിസ്റ്റം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഷോർട്ട് സർക്യൂട്ട് ട്രിപ്പിംഗ് ഉണ്ട് കേട്ടോ. ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ അപ്പോൾ ട്രിപ്പാവും. നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാനുള്ള ഇതില്ല. ഓക്കെ, അപ്പം നല്ലൊരു ഡിവൈസാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ ഡിവൈസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി കൺട്രോൾ വയറിങ്ങിൻ്റെ 3ാമത്തെ പാർട്ടിനുള്ള പ്രിപ്പറേഷനാണ്, അത് ഉടനെ വരുന്നതായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനുള്ള സൊല്യൂഷൻ നോക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.